ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഈ നിഷേധം നടപ്പാക്കിയിരിക്കുന്നത് പ്രേക്ഷകരല്ല, ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നവരല്ല, ഇതിന്റെ ഭാഗമായിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ല, പ്രൊഡ്യൂസർമാരല്ല, ആരുമല്ല. ഇതൊരു സെൻസർ ബോർഡാണ്. അത് ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള സെൻസർ ബോർഡാണ്. അതിൽ ആ പടം സെൻസർ ചെയ്ത് പുറത്തിറങ്ങുന്നു, അതിനൊരു റേറ്റിംഗ് കൊടുക്കുന്നു. അത് ആ റേറ്റിംഗ് കിട്ടി പോസ്റ്റർ ഒട്ടിച്ച് സിനിമ പുറത്തിറങ്ങാൻ പോകുമ്പോൾ അതിന്റെ കഥാപാത്രത്തിന്റെ പേര് മാറ്റണം, സിനിമയുടെ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സാമ്പത്തിക നഷ്ടം മനുഷ്യനുണ്ടാക്കും. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വേറെന്തിന്റെയോ പേരിൽ ഒരു തടസ്സം വരിക എന്ന് പറയുന്ന ഒട്ടും അതും അപക്വമായ കാരണങ്ങളല്ല. മാത്രമല്ല പല കാലങ്ങളിൽ ഇതേ പേരിൽ ഞങ്ങൾ ഇവിടെ തന്നെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അതല്ലാതെ തന്നെ പല വിജയ സിനിമകളിലും ഇതേ കഥാപാത്രങ്ങളും ദൈവബിംബങ്ങളും ഒക്കെ മലയാളത്തിൽ സിനിമകളായിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഭരണകൂടത്തിന്റെ ഇടപെടൽ എന്ന് കരുതാമോ? എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ട അവർ തന്നെയാണ്. കാര്യം നമ്മൾ മുൻധാരണ പ്രകാരം അവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ ചെയ്യുന്നത് ഒരു മര്യാദയല്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും ആ ഭാഗത്തോട്ട് നമ്മൾ അറിയാതെ നമ്മൾ കടക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ സമാധാനപൂർവ്വമായി സമരം ചെയ്യും. നമ്മൾ സെൻസർ ബോർഡുകാരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, ഗവൺമെന്റ് മിഷനറിയെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. നമ്മുടെ പ്രതിഷേധം, നമ്മുടെ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്, നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇത് സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കട്ടെ, പുതിയ നയരൂപീകരണങ്ങൾ ഉണ്ടാവട്ടെ. ഇതുപോലുള്ള അപക്വമായ ഇത് കാരണം ഇത് ജനങ്ങളുടെ മുമ്പിൽ ഇതിന്റെ ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥരാണ് അപഹാസ്യരാകുന്നത്. ഞാൻ അതിനുവേണ്ടി പ്രധാനമന്ത്രിയോ അങ്ങനെ ഒന്നും കുറ്റപ്പെടുത്താൻ നിൽക്കുന്ന ആളല്ല. ഇതിന്റെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആരാണോ അവർക്ക് പറ്റിയ അപക്വമായ തീരുമാനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അവർക്ക് ബോധം വരട്ടെ, അവർക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ. കാരണം അവരെത്രത്തോളം അവരുടെ നിസാര ഒപ്പിന്റെ പേരിൽ എത്രയോ പേര് ഇതിന്റെ പ്രൊഡ്യൂസർ കടം മേടിച്ചൊക്കെ ആയിരിക്കും പടം ചെയ്തിട്ടുള്ളത്. എനിക്കറിയാം, ഞാൻ അഭിനയിച്ച പടമാണ്, എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പൊ അതൊന്നും ശരിയായ നടപടികളല്ല. അല്ലെങ്കിൽ അവർ ആദ്യമേ പറയണമായിരുന്നു. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ, ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? ഇതിനൊക്കെ ഹനിക്കുന്ന രീതിയിൽ തീരുമാനങ്ങൾ ഒരു സുപ്രഭാതത്തിലെടുത്ത് അതിനോട് യോജിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ തന്നെ ഇരയാക്കപ്പെട്ട സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ, അതിലെ നായകൻ കേന്ദ്രമന്ത്രിയാണ്. എന്നിട്ടും കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്കാണ് ഈ ഒരു ഗതി വന്നിട്ട്. പക്ഷെ അപ്പോഴും സുരേഷ് ഗോപി ഒരു വാക്കുപോലും ഈ വിഷയത്തിൽ പറഞ്ഞതായി കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ താരസംഘടനയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു? അല്ല, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ടാവാം. പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, പാർട്ട് ഓഫ് ദ മിഷനറി. അപ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഉപയോഗിക്കുന്നതിൽ പരിമിതികളുണ്ടാവും. ഞാൻ ആ വിഷയത്തിലേക്ക് കാണുന്നില്ല. അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയാണ്, അദ്ദേഹം കേട്ടിട്ടുള്ള കഥയാണ്. ഇതിന്റെ ആവിഷ്കാരത്തിൽ അദ്ദേഹമുള്ള ആദ്യാവസാനം ഡബ് ചെയ്തിട്ടുള്ള സിനിമ പ്രിവ്യൂ കഴിഞ്ഞ സിനിമയാണ്. അദ്ദേഹത്തിന് അതിൽ തെറ്റ് തോന്നാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം പരാതി പറയാത്തത്. പിന്നെ ഇങ്ങനൊരു കൊറി ഇടുമ്പോൾ നാച്ചുറലി പാർട്ട് ഓഫ് ദ മിഷനറി, ഗവൺമെന്റ് മിഷനറി ആകുമ്പോൾ അദ്ദേഹം വായടച്ച് നിൽക്കാനേ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് പറ്റുള്ളൂ. അതിനെ ഞാൻ ഒരു വിധത്തിലും കുറ്റകരമായിട്ട് ഞാൻ കാണുന്നില്ല.